ഹലോ. നമ്മുടെ ഫോണൊക്കെ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ബാക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പി സിയിലൊക്കെയാണ് ബാക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇടുക. പിന്നെ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ USB ഉള്ളത് നമുക്ക്. USB എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത് 64 GB 32 GB ആണ്. അതിലപ്പുറം 128 GB എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇത് വരും, നമുക്ക് പ്രൈസ് വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കണമെന്ന്, ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സംഭവം. ഇതെന്ന് പറഞ്ഞാൽ സീഗേറ്റിന്റെ ഹാർഡ് ഡിസ്ക് ആണ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. ഇത് 2 TB ആണ് ഇതിന്റെ സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ USB-യിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ കാശ്, ഒരു ഭയങ്കര GB കൂടിയ സ്റ്റോറേജ് കൂടി നമ്മൾ USB-യിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിന് പകരം നമ്മൾ ഈ ഹാർഡ് ഡിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ 2 TB 3 TB 4 TB ഇഷ്ടമുള്ള നമുക്ക് പൈസ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സീഗേറ്റ് ഹാർഡ് ഡിസ്കിന്റെ അൺബോക്സിങ് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ സീഗേറ്റ് സ്ലിമ്മിന്റെ ബോക്സ് വരുന്നത്. ഇത് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബാക്കപ്പ് പ്ലസ് സ്ലിം, പിന്നെ 2 TBന്റെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിന്റെ ഒരു അക്കൗണ്ടിനെ പറ്റി എഴുതിയിട്ടുണ്ട് ഇവർ. അതേപോലെ തന്നെ സൈഡിൽ നോക്കണമെങ്കിൽ 12,000 റുപ്പീസാണ് MRP ആയിട്ട് ഇവർ കാണിക്കുന്നത്. ബട്ട് ഓൺലൈൻ പ്രൈസ് എന്ന് പറയുമ്പോൾ 4,500 to 5,500 വരും. പുറകിൽ കൊടുത്തേക്കുന്ന ആൻറ്റിവൈറസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പാകത്തിനുള്ളൊരു ഇതാണ്. ഓക്കെ, ഇത് സീഗേറ്റുകാർ വളരെ ഒരു ഗുഡ് പാക്കേജിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 പേപ്പർ കാണാൻ പറ്റും അതിൻ്റെ അകത്ത്. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യൂസർ മാനുവലാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ആൻറ്റിവൈറസ് ഒക്കെ എനേബിൾ ചെയ്യേണ്ടതെന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ അത് പറയണത്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ഒരു ഇതാണ്. 4 മന്തിലേക്കുള്ള ഫ്രീ മെമ്പർഷിപ്പാണത്. ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും ഒരു ഫ്രീ മെമ്പർഷിപ്പ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അവർ പറഞ്ഞേക്കുന്ന രീതിയിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ USB കേബിളാണ് വരുന്നത്. USB കേബിൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.0 USB കേബിളാണ്. നമ്മൾ 3.0 USB കേബിൾ എന്ന് വെച്ചാൽ പുതിയ സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ട് ഒന്നൊരു സ്പീഡായിരിക്കും നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. എന്നുവെച്ചാൽ ഈ 3.0 കമ്പ്യൂട്ടറുകൾക്ക് മാത്രമല്ല ഇത് യൂസ് ചെയ്യാം, നമുക്ക് എല്ലാ കമ്പ്യൂട്ടറുകൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്. അടുത്ത പറഞ്ഞാൽ നമ്മുടെ ഈ ഹാർഡ് ഡിസ്കും കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാക്കേജിങ്ങിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓ വാവ്, ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്ലിമ്മാണ്, കാണാനും ഭയങ്കര ലുക്കാണ്. പിന്നെ അതേമാതിരി ഭയങ്കര വെയ്റ്റ്ലെസ് ആണത്. നമ്മുടെ ഫോൺ പോലെ തന്നെ നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും ഇത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിങ്, ഫ്രണ്ട് ഭാഗം ഫിനിഷിംഗ് എന്ന് പറഞ്ഞൊരു മെറ്റലാണ്. പിന്നെ പുറകിൽ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. അതിൻ്റെ പുറകിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഹാർഡ് ഡിസ്കിനെ പറ്റി, മോഡൽ നമ്പറൊക്കെ. പിന്നെ പുറകെ തന്നെ നമ്മുടെ ഈ സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു ലോഗോ ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് വളരെ ഒരു സിമ്പിൾ പാക്കേജിങ് തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. PC യിലേക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ട, ഞാൻ യൂസ് ചെയ്യണത് 3.0 ഒന്നുമല്ല USB, ഒരു സിമ്പിൾ ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഹാർഡ് ഡിസ്കിലേക്ക്. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഹാർഡ് ഡിസ്കിലേക്ക്. ഇനി നമുക്ക് സിസ്റ്റത്തിലേക്ക് നോക്കാം, അവിടെ കണക്ട് ആയ ഇൻസ്റ്റാളിങ് കാണുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റും കണക്ട് ആയതിൻ്റെ. നമ്മൾ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ആ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഇത്. ഫ്രണ്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട് സീഗേറ്റ് ബാക്കപ്പ് പ്ലസ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ വാറൻറ്റീനെ പറ്റിയും പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വേണ്ട കറക്റ്റ് 1.8 TB കാണിക്കുന്നുണ്ട്, വെച്ചാൽ 2 TB തന്നെ അത്ര വരുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ആകുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.0 USB കേബിൾ ആയത് കാരണം കൊണ്ട്
110 MB/s സ്പീഡും കിട്ടും. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും സ്പീഡ് കിട്ടും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ സൈസ് ഇത്ര കോമ്പാക്ട് സൈസ് ആയത് കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതേമാതിരി ഒരു ബാഗിൻ്റെ അകത്തായാലും സിമ്പിൾ പോലെ തന്നെ. പിന്നെ നമുക്ക് ഇതേമാതിരി പോക്കറ്റിൽ വെച്ച് നടക്കാനും പറ്റും. ഇതാണ് ഈ മറ്റേ സീഗേറ്റിൻ്റെ ഒരു സ്ലിം വേർഷൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 എഡിഷനാണിത്. പക്ഷേ ഞാൻ 2018 മേടിച്ചതാണിത്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് കറക്റ്റ് ആ ഒരു മെറ്റൽ ഫിനിഷാണ്. ഇപ്പോൾ നമുക്ക് മേടിക്കാനായിട്ടൊക്കെ പറ്റും. ഈ സെയിം 2000 എഡിഷൻ മോഡൽ നമുക്ക് മേടിക്കാൻ പറ്റും. ബട്ട് ഇപ്പോൾ സ്റ്റിൽ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷം. അടുത്ത വീഡിയോ കാണാം.